നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. ഗോൾഡൻ വിസയ്ക്ക് സമാനമായി 10 വർഷത്തേക്ക് സാധുതയുള്ള ഗെയിമിംഗ് വിസയുമായി ദുബായ്. ഈ ഗെയിമിംഗ് മേഖലയിലെ പ്രൊഫഷണലുകളുടെ കഴിവുകൾ വികസിപ്പിക്കുക, ഈ മേഖലയിലെ പ്രശസ്തരെ ആകർഷിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ വിസ അവതരിപ്പിച്ചത്. സംരംഭകർ, നിക്ഷേപകർ, ഗെയിം ഡെവലപ്പർമാർ, ഡിസൈനർമാർ, പ്രോഗ്രാമർമാർ എന്നിവർക്ക് പ്രധാന ലക്ഷ്യസ്ഥാനമായി മാറുന്നതിലൂടെ എമിറേറ്റ്സിന്റെ ആകർഷണം വർദ്ധിപ്പിക്കാൻ ഈ വിസ സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഗതാഗത കുരുക്ക് പരിഹരിക്കാനായി ദുബായിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇതിനായി വർക്ക് ഫ്രം ഹോം, ഓഫീസ് സമയത്തിലെ മാറ്റം എന്നിവയെല്ലാം പരിഗണിക്കുമെന്ന് ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അറിയിച്ചു. കുട്ടികൾ സ്കൂളിലേക്കും മുതിർന്നവർ ഓഫീസുകളിലേക്കും പോവുകയും വരികയും ചെയ്യുന്ന സമയങ്ങളിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ നയം എങ്ങനെ എപ്പോൾ നടപ്പാക്കുമെന്ന കാര്യം അധികൃതർ പ്രഖ്യാപിച്ചിട്ടില്ല. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിലാണ് ഇതിന്റെ യോഗം ചേർന്നത്. RTയുടെ ഏറ്റവും വലിയ ഗതാഗത വികസന പദ്ധതിയായ ഷിൻഡഗ ഇടനാഴി വികസനം 45% പിന്നിട്ടു. 2030 പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ദുബായിലെ യാത്രാ സമയം ഗണ്യമായി കുറയും. 104 മിനിറ്റ് എടുക്കുന്ന യാത്രയ്ക്ക് 16 മിനിറ്റ് മതിയാകും. ദൈറ, ബർദുബായ്, ദുബായ് ഐലൻഡ്, വാട്ടർ ഫ്രണ്ട്, മാരിടൈം സിറ്റി, മീന, റാഷിദ് എന്നിവിടങ്ങളിലെയും ഗതാഗത സൗകര്യത്തെ മാറ്റിമറിക്കുന്നതാണ് പദ്ധതി. 13 കിലോമീറ്റർ വരുന്ന 15 ഇന്റർസെക്ഷനുകൾ ഈ ഘട്ടത്തിൽ പൂർത്തിയാകും. അടുത്ത 3 വർഷത്തിനകം ദുബായിൽ പുതിയതായി 72 പാർക്കുകൾ കൂടി തുറക്കുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. നിലവിൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ 220 പാർക്കുകളുണ്ട്. വിശ്രമത്തിനും വിനോദത്തിനും പാർക്കിലേക്ക് എത്തുന്നവരുടെ എണ്ണമേറുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ പാർക്കുകൾ തുറക്കുന്നത്. കഴിഞ്ഞ വർഷം 2.6 കോടി പേരാണ് പാർക്കുകളിലെത്തിയത്. സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് മുനിസിപ്പാലിറ്റി നടത്തിയ പരിഷ്കരണ പദ്ധതികളാണ് ഇതിന് കാരണമെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ അറിയിച്ചു. ഷാർജയിൽ ഭിന്നശേഷിക്കാരുടെ വാഹനങ്ങൾക്ക് ഡിജിറ്റൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്ത വാഹനം ഏതു പാർക്കിങ്ങിലും നിർത്തിയിടാം. പുതിയ തീരുമാനമനുസരിച്ച് വാഹനത്തിൽ പാർക്കിംഗ് സ്റ്റിക്കർ പതിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. ഭിന്നശേഷിക്കാരുടെ വാഹനങ്ങൾ സ്വമേധയാ തിരിച്ചറിയാനും പുതിയ സംവിധാനം വഴി സാധിക്കുമെന്ന് ഷാർജ നഗരസഭ അറിയിച്ചു. മുനിസിപ്പാലിറ്റി വെബ്സൈറ്റിൽ ബന്ധപ്പെട്ട രേഖകൾ അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. UAE ഒമാൻ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നു. ഇതിനായി പുതിയ റെയിൽപാതയായ ഹഫീത്ത് റെയിലിന്റെ നിർമ്മാണം ആരംഭിക്കാൻ ധാരണയായി. ഇത്തിഹാദ് റെയിൽ, ഒമാൻ റെയിൽ, മുബാദല ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്നിവർ ചേർന്നാണ് നിർമ്മാണ കരാർ ഒപ്പിട്ടത്. ഒമാൻ ഇത്തിഹാദ് റെയിൽ എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയുള്ള ട്രെയിൻ 100 മിനിറ്റിനകം സോഹാറിൽ നിന്ന് അബുദാബിയിലെത്തും. ഒരു ട്രെയിനിൽ ഏകദേശം 400 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. വാണിജ്യ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖലയിലൂടെ ഒരു ചരക്കു തീവണ്ടിയിൽ 15,000-ലേറെ സാധനങ്ങൾ കൊണ്ടുപോകാനും സാധിക്കും. അലൈനിലെ മൈദ ബിൻ മുഹമ്മദ് സ്ട്രീറ്റും ഹെസ്സ ബിൻ സുൽത്താൻ സ്ട്രീറ്റും ഞായറാഴ്ച മുതൽ 1 മാസത്തേക്ക് ഭാഗികമായി അടച്ചിടും. ഹെസ്സ ബിൻ സുൽത്താൻ സ്ട്രീറ്റ് അടുത്ത മാസം 12 വരെയും മൈദ ബിൻ മുഹമ്മദ് സ്ട്രീറ്റ് അടുത്ത മാസം 16 വരെയുമാണ് അടച്ചിടുക. സ്ട്രീറ്റുകളിലെ ഇരുദിശകളിലുമുള്ള ഇടത് പാതകളാണ് അടച്ചിടുന്നത്. ഡ്രൈവർമാർ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കണമെന്നും ജാഗ്രതയോടെ വാഹനമോടിക്കണമെന്നും അബുദാബി മൊബിലിറ്റി അധികൃതർ അറിയിച്ചു. അറ്റകുറ്റപ്പണികൾക്കായി മസ്കത്ത് എക്സ്പ്രസ് വേയുടെ പാതകൾ ഭാഗികമായി 1 മാസത്തേക്ക് അടച്ചിടുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. മെയ് 14 രാവിലെ 12 മുതൽ ജൂൺ 13 വരെ അൽ ഇലാം പാലം മുതൽ ഖുറം സിറ്റി സെന്റർ വരെയുള്ള പാതകളിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രക്കാർ ബദൽ പാതകൾ സ്വീകരിക്കണമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.